ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. വളരെ താല്പര്യത്തോടുകൂടി, വളരെ ആഗ്രഹത്തോടുകൂടി യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുവാനായിട്ട് ഒരിക്കൽ കൂടി ഈ ടെലിവിഷന് മുമ്പിലേക്ക് കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ ആ വലിയ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ ആഗ്രഹവും കാണുന്ന കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദ സ്റ്റോറി എന്ന വീഡിയോ സീരിയൽ നമ്മൾ ആരംഭിച്ചിട്ട് ഇന്ന് ഇത് 4ാമത്തെ വിഷയമാണ്. ഒരുപക്ഷെ എന്നെ കാണുന്ന ഏതാനും പേരെങ്കിലും കേട്ടുകേൾവിയിലൂടെ ഇന്ന് ആദ്യമായിട്ടാണ് ഈ വിഷയത്തിലേക്ക്, ഈ ഒരു സീരിയലിലേക്ക് കടന്നു വരുന്നെങ്കിൽ, ഇതിനു മുമ്പ് 3 വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. അതിനൊരുക്കമായിട്ട് ഇൻട്രഡക്ടറി ആയിട്ട് ഏതാനും കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതെല്ലാം കേട്ടെങ്കിൽ മാത്രമേ ഇന്ന് പറയുമ്പോൾ ഏതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവയൊക്കെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങൾക്ക് ഈ ടെലിവിഷനിലൂടെ കിട്ടുന്ന ഈ ഒരു വലിയ സത്യം അത് പൂർണ്ണമായിട്ട് പ്രയോജനം തരാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കേൾക്കാൻ സാധിക്കാതെ പോയ ആ സീരിയൽ, ആ എപ്പിസോഡ്സ് നിങ്ങൾക്ക് OM ബുക്ക് ഹൗസിൽ ലഭിക്കുന്നതാണ്. ദയവായിട്ട് നിങ്ങൾ പോയി അവ മേടിച്ച് ഒന്ന് കാണണമേ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എങ്കിൽ മാത്രമേ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. രണ്ടാമതായിട്ട്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് കേൾപ്പിച്ച് പോകുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ഞാൻ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിനെ അടിസ്ഥാനമാക്കിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാം ഈ ടെലിവിഷൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. ദയവായിട്ട് അവ നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ച് വച്ചിട്ട് ഈ ബ്രോഡ്കാസ്റ്റ് കഴിയുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സമയം പോലെ പ്രാർത്ഥനാപൂർവം അതൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയും കർത്താവ് അതിലൂടെ നിങ്ങളോട് എന്ത് ആവശ്യപ്പെടുന്നോ അതനുസരിച്ച് നിങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുമെന്ന് മാത്രമല്ല, അത് നന്മയിലേക്കുള്ള മാറ്റങ്ങളാണ്. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത വലിയ ഒരു സന്തോഷം, സമാധാനം, സമൃദ്ധി, സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഉറപ്പ് തരികയാണ്. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം കേൾക്കണമേ. നമ്മളിന്ന് ആരംഭിക്കുമ്പോൾ ഇതൊരു കഥയാണ്. ഈ കഥയുടെ പ്രത്യേകത, ഇത് ആദ്യമായിട്ട് ഇത് നിങ്ങളുടെ കഥയാണ്, ഇത് എൻ്റെ കഥയാണ് എന്ന് പറയുമ്പോൾ മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യരുടെയും കഥയാണ്. എന്നാൽ നമ്മളുടെ കഥ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ യേശുവിൻ്റെ കഥ ഒന്ന് കേൾക്കണം. അതുകൊണ്ട് ഇത് യേശുവിനെ കുറിച്ചുള്ള ഒരു കഥയാണ്. ആ യേശുവിനെ കുറിച്ചുള്ള ആ കഥ കേട്ട് കഴിയുമ്പോഴേ അത് എൻ്റെ കഥയായിട്ട്, നിങ്ങളുടെ കഥയായിട്ട് നമുക്കത് വെളിപ്പെടുത്തി കിട്ടുകയുള്ളൂ. ഈ കഴിഞ്ഞ വിഷയത്തിൽ ഞാൻ സംസാരിച്ചിരുന്നത് യേശുവിൻ്റെ വചനത്തെ ആസ്പദമാക്കി, നിങ്ങൾ സത്യമായി എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. പ്രധാനമായിട്ട് നമുക്ക് ഈ കഥയിലൂടെ 4 പ്രധാനപ്പെട്ട സത്യങ്ങളാണ് വെളിപ്പെടുത്തുക. അതിലൊന്നാമത്തെ സത്യം, ഞാൻ എന്ന വ്യക്തി ആരാണ്? ഹൂ ആർ യു ഇൻ ക്രൈസ്റ്റ്? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനാദി മുതലുള്ള പ്ലാൻ അനുസരിച്ച് ഞാനും നിങ്ങളും ആരായിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് മനസ്സിലാക്കുന്നതാണ്. രണ്ടാമതായിട്ട്, ആദത്തിൻ്റെ പാപത്തിലൂടെ ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തിന് ഏറ്റവും ദുഃഖകരമായ വിധത്തിൽ പാപം ചെയ്ത ആദത്തിൽ നിന്ന് വന്ന മനുഷ്യർ ഇന്നാരാണ്? മൂന്നാമതായിട്ട്, യേശു ആരാണ്? ഈ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ
ദൈവത്തിൻ്റെ യഥാർത്ഥമായ ആഗ്രഹത്തിലേക്ക് കടന്നു വരാൻ തയ്യാറുള്ളവർ, അതായത് യേശുവിൽ നിങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കി ആ യേശു ക്രിസ്തുവിലേക്ക് വരാൻ തയ്യാറായി കഴിയുമ്പോൾ നാലാമത്തെ സത്യം മനസ്സിലാവും. ആരാണ് സഭ? ഈ 4 സത്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടിലൂടെ ലഭിച്ചെങ്കിലേ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. ഇതൊരു മനുഷ്യനും നമ്മളെ ബുദ്ധിതലത്തിൽ പഠിപ്പിക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെ പഠിച്ചതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് ബോധ്യങ്ങൾ വരും, കൺവിക്ഷൻ വരും, പക്ഷേ മാനസാന്തരം വരത്തില്ല. മാനസാന്തരം വരുന്നത് വചനത്തിലനുസരിച്ച് എൻ്റെ ദൈവം എന്നെക്കുറിച്ച് ഇതാണ് ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയാകുവാനാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ട് വചനപ്രകാരം ഞാൻ ചില മാറ്റങ്ങൾ വരുത്തുമ്പോൾ ആണ് എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക. യഥാർത്ഥമായ സത്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിപാടിലൂടെ ലഭിക്കുക. അങ്ങനെ ഒരു വെളിപാട് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇന്ന് ആരംഭിക്കുന്ന ഈ വിഷയം യേശു ക്രിസ്തുവിൽ ആയിരിക്കുക. ഈ വിഷയം നമ്മളുടെ വീഡിയോ സീരിയലിൻ്റെ ദ സ്റ്റോറി എന്ന വീഡിയോ സീരിയലിൻ്റെ 16ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടന്നു വരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിലായിരിക്കുക എന്ന 4ാമത്തെ വിഷയത്തിൻ്റെ 4ാമത്തെ ഭാഗത്തിലേക്കാണ് വരിക. അവരോട് ക്രിസ്തു വിശ്വാസിയാകാനല്ല വിളിക്കപ്പെട്ടത്, യേശു ക്രിസ്തുവിലാകുവാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടത്. അപ്പോൾ നമുക്കൊരു ചോദ്യം വരാം, ഞാൻ ഇന്ന് എങ്ങനെയാണ് യേശു ക്രിസ്തുവിലായിരിക്കുക? ഹൗ ടു ബി ഇൻ ക്രൈസ്റ്റ്. ഇവിടെയാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇന്ന് യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും ലഭ്യമാകുന്നത് എങ്ങനെ, എവിടെ, എങ്ങനെ? കഴിഞ്ഞ പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നു. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വചനമാണ്. വചനം മാംസമായി, വചനം നമ്മുടെ കൂടെ വസിച്ചു. വെളിപാട് പുസ്തകത്തിൽ പറയുന്നു, യേശുവിന് ദൈവം കൊടുത്ത പേരാണ് ദൈവവചനമെന്ന്. അപ്പോൾ യേശുവാണ് ദൈവവചനം. ഇന്ന് യേശു ശരീരത്തിൽ ഇവിടെ ഇല്ല. ശരീരത്തിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് യേശു ക്രിസ്തുവിലാകാൻ സാധിക്കത്തുമില്ല. അത് നമുക്ക് ബുദ്ധി വേണമെങ്കിൽ മനസ്സിലാക്കാം. നമുക്ക് ആർക്കും ഒരു മനുഷ്യൻ്റെ ശരീരത്തിലാകാൻ പറ്റത്തില്ല. നമുക്ക് യേശുവിലാകാൻ സാധിക്കുന്നത് യേശു ആത്മാവായതുകൊണ്ടും മനുഷ്യരെല്ലാം ആത്മാക്കളായതുകൊണ്ടും ആത്മാവിന് ആത്മാവിലേക്ക് ചേരാം. അപ്പം ഞാൻ ഇന്ന് യേശു ക്രിസ്തുവിലാകുന്നത് എൻ്റെ ആത്മാവ് യേശു ക്രിസ്തു ആകുന്ന ആത്മാവിലാകണം. ആ യേശു ക്രിസ്തു ആകുന്ന ആത്മാവായ വചനമാണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 6:63 യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വചനമാണ്, വചനം ആത്മാവാണ്, ഞാൻ ആത്മാവാണ്. അതുകൊണ്ട് ഞാൻ എപ്പോൾ ഈ വചനമനുസരിച്ച് ജീവിക്കുന്നുവോ, എപ്പോൾ ഈ വചനം എന്നിലേക്ക് കടന്നു വരുന്നുവോ, ഞാൻ വചനത്തിലാകുന്നു, ഞാൻ യേശുവിലാകുന്നു, ഞാൻ ക്രിസ്തുവിലാകുന്നു.